ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലങ്കാവിൽ വന്നിട്ട് ഞങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. 9 മണിക്കാണ് ടാക്സി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമുണ്ട്, ഒരു 45 മിനിറ്റ്സ് ദൂരമുണ്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നതാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കടയുള്ളത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റും പിന്നെ പൊറോട്ടയും ഓർഡർ ചെയ്തു. ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് ഓർഡർ ചെയ്തു. പിന്നെ അവിടെ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കൂടെ അവർ ഫോട്ടോ എടുത്ത് അവിടെ ഒരു വാളിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഒരു ഫാമിലിയാണ് ആ ഹോട്ടൽ നടത്തുന്നത്. ഒരു ഫാദറും പിന്നെ ഡോട്ടേഴ്സും ഒക്കെ ചേർന്നാണ് നടത്തുന്നത്. അപ്പം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ കാർ വന്നു, ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ബോട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാനായിട്ടാണ് പോകുന്നതെന്ന്. പിന്നെ ഡ്രൈവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ലങ്കാവിയെക്കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഒരു 40 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അഡൾട്ടിന് 100 റിംഗറ്റും കുട്ടികൾക്ക് ഒരാൾക്ക് 75 റിംഗറ്റുമാണ് ചാർജ്. പിന്നെ പ്രൈവറ്റ് ബോട്ടിൽ പോകണമെങ്കിൽ 300 റിംഗറ്റാണ് അവർ ചാർജ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും അതാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് മങ്കി ഫോറസ്റ്റ്, ഈഗിൾ ഫോറസ്റ്റ്, അങ്ങനെ പിന്നെ ബാറ്റ് കേവ്, ക്രൊക്കഡൈൽ കേവ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പോയി കണ്ടു നോക്കാമേ. അപ്പോൾ ഞങ്ങൾ മാംഗ്രൂവ് കാടുകൾക്ക് നടുവിലൂടെ ഞങ്ങൾ പോവുകയാണ്. ആദ്യം ഞങ്ങൾ കണ്ടത് പിന്നെ പരുന്തിൻ്റെ ഫോറസ്റ്റിലാട്ടോ, ഈഗിൾ ഫോറസ്റ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പരുന്തുകളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരുപാട് പരുന്തുകളുണ്ടായിരുന്നു കേട്ടോ. അതുകളൊക്കെ വന്ന് ചിക്കൻ പീസ് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അടുത്ത് ഞങ്ങൾ പോയത് മങ്കി ഫോറസ്റ്റിലോട്ടാണ്. നമ്മുടെ ബോട്ടിലേക്ക് മങ്കി കയറി വരും. നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും മങ്കിനെ. ഞങ്ങൾ ബോട്ട് അധികം അടുപ്പിച്ചില്ല കേട്ടോ. കാരണം മങ്കി ചാടി കയറി കഴിഞ്ഞാൽ പിള്ളേർ പേടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത്ര അടുപ്പിച്ചില്ല. ഞങ്ങളുടെ ബോട്ടിൽ മങ്കി കയറിയില്ല കേട്ടോ. ബോട്ടുകൾ എപ്പോഴും വരുന്നതുകൊണ്ട് മങ്കിക്ക് അറിയാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, അടുത്ത് കാണാനായിട്ട് പോയി. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഗ്രീനറി ആയിട്ടുണ്ട്, മരങ്ങൾ, മലകൾ. വന്ന വഴി മുഴുവൻ മാംഗ്രൂവ് ഫോറസ്റ്റ് ആയിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. വലിയ വേരുകൾ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വലിയ വേരുകൾ പൊങ്ങി നിൽക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് ക്രൊക്കഡൈൽ കേവാണ്. വലിയൊരു ഗുഹയാണിത്. അതിനകത്ത് ബോട്ട് 3/4 ബോട്ട് അകത്തേക്ക് കയറ്റി വന്നിട്ട് തന്നെ ക്രൊക്കഡൈലൊന്നും അതിനകത്തില്ല. പക്ഷെ ഉണ്ടെന്നായിരുന്നു പണ്ട് അതിനകത്ത് ക്രൊക്കഡൈൽ ഉണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത്, ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇല്ല. വെറുതെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങി പോരാ, അത്രയേ ഉള്ളൂ. അത്യാവശ്യം വലിയൊരു ഗുഹയാണ് കേട്ടോ. അപ്പോൾ വെള്ളം 3/4 നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് കാണുന്നത്. എല്ലാ ബോട്ടുകളും അങ്ങോട്ട് എൻട്രി ആക്കിയിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ്. അവർ പറയുന്നത്, ഡ്രൈവർ പറയുന്നത്, ഈ പാറയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഗുഹ വരെ ക്രൊക്കഡൈലിൻ്റെ ഒരു ഷേപ്പാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രൊക്കഡൈൽ കേവിന് പേര് വന്നതെന്ന്. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ബോട്ട് ചട്ടിയുണ്ട്. അവിടെ ഫിഷിംഗ് ആണ്, മീൻ പിടിക്കാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങ് നിർത്തിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ പോയി. പിന്നെ ഞങ്ങൾ പോയത് ബാറ്റ് കേവ് ആണ് കേട്ടോ. ബാറ്റ് കേവ് ഭയങ്കര അത്ഭുതമാണ്. അതിനുള്ളിൽ കയറിയപ്പോഴത്തേക്കും കുറേ വവ്വാലുകളൊരു ഗുഹയ്ക്കകത്ത് തൂങ്ങി കിടക്കുന്നു. പേടിയാവും കാണുമ്പോൾ തന്നെ. എന്തായാലും രണ്ടും കൽപ്പിച്ച് ആ ഗുഹയ്ക്കകത്തോട്ട് കയറാൻ പോവുകയാണേ. നല്ല ഇരുട്ടാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ അവർ ടോർച്ച് തരും. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ ഇത് കാണാനായിട്ട്. അപ്പം ഫ്രണ്ടിൽ പോയ ആൾക്കാർക്ക് ടോർച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈലിൽ നിന്ന് ഫ്ലാഷ് അടിക്കാൻ വേണ്ടി പാടില്ല. ഇതിനകത്ത് ടോർച്ച് അടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ അവരുടെ ടോർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെട്ടത്തിൽ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ വീഡിയോ ശരിക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഇരുട്ടുള്ളൊരു ഗുഹ വേറെ, പിന്നെ പാറക്കെട്ടുകൾ, വലിയ വലിയ പാറക്കെട്ടിനകത്തുള്ളൊരു ഗുഹ, പിന്നെ തൂങ്ങിക്കിടക്കുന്ന വവ്വാല്. അതാണ് പ്രത്യേകിച്ചും പേടിയായത്. പിന്നെ ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അതിനകത്തോട്ട് കയറുവാണ്. അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഞങ്ങൾ ആ ഗുഹയിലെ കാഴ്ചകളൊക്കെ കണ്ട് വവ്വാലിനെ കണ്ട് പുറത്തിറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേക്കും വേറൊരു ഗുഹ കണ്ടേ. ആ ഗുഹയാണെങ്കിൽ ചെറുതാണ്, നല്ല ഹൈറ്റ് കുറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നേരെ നടന്നു പോകാൻ വേണ്ടി പറ്റില്ല, കുനിഞ്ഞ് വേണം നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഈ പാറ കഷ്ണങ്ങളൊക്കെ നല്ല ഷാർപ്പായിട്ട് തൂങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മേത്ത് തട്ടാതെ കുനിഞ്ഞ് വേണം പോകാനായിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു അതിനുള്ളിൽ ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നല്ലോണം വെള്ളം നിറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കാലമായിട്ട് ആളുകൾ പോകാറില്ലായിരുന്നു. ഇപ്പം വെള്ളം ലെവൽ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ പോകാനുള്ളിൽ കൂടെ പറ്റുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ റിട്ടേൺ തിരിച്ച് വന്ന വഴി കൂടെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്ര ദൂരം വന്നതല്ല എന്ന് വിചാരിച്ചിട്ട് പോകണ്ടോ ഇതിനെ ആലോചിച്ച് കുറേ നേരം നിന്നേ. പിന്നെ അതിനുള്ളിൽ പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുനിഞ്ഞ് അതിനകത്ത് കൂടെ നടന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്ന ആൾക്കാരും ഞങ്ങളെ ഫോളോ ചെയ്ത് കൂടെ വന്നു കേട്ടോ. ഒരു ഭീകരാന്തരീക്ഷം പോലെ കേട്ടോ അതിന് ഉൾവശം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കര കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനുള്ളിൽ കൂടെ നടന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഇരുട്ടാണെങ്കിൽ എന്തായാലും ഇറങ്ങത്തില്ലായിരുന്നു. വഴിയുണ്ട് നടുക്കൂടെ, എന്നാലും വെള്ളമാണ്, വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വഴിയൊക്കെ. ഇവിടെ പാമ്പുണ്ടെന്നാണ് പറയുന്നത്. മുകളിലോട്ടൊരു ഗുഹയുണ്ട് കേട്ടോ, കോണി കയറിപ്പോയി വേറൊരു ഗുഹയും കൂടെ ഉണ്ട്. റിസ്ക്കാണ് അതിനകത്തേക്ക്, പാമ്പുണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത്. അങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്ന് ഞങ്ങൾ കര എത്തി കേട്ടോ. എന്തായാലും ബാറ്റ് കേവ് കണ്ടു കഴിഞ്ഞു. അതിനകത്തുള്ള പാറകളുടെ ഓരോരോ രൂപങ്ങളാട്ടോ അത്ഭുതപ്പെടുത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അടുത്ത സ്ഥലത്തേക്ക് പോവുക കേട്ടോ. സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിലിരിക്കുന്ന ഒരു ഫീൽ ഇല്ല, കാരണം എന്നും കാണുന്നതാണല്ലോ കാടും മലയും കുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ കാണാൻ പോയത് കിളിം ജിയോ ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ നിർത്തിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ കണ്ടു. ഒരു വലിയ മലയുടെ മണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് കിളിം ജിയോ ഫോറസ്റ്റ് എന്ന്. പിന്നെ ഈ കായൽ ചെന്ന് കടലിലോട്ട് ചേരാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു വ്യൂ കൂടെ കണ്ടു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരാം. അതുവരെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.